ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ ഇതിനാണെങ്കിൽ സവാള, ചെറിയ ഉള്ളി ഇതൊന്നും വേണ്ട. അതൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇന്ന് കാണിക്കുന്നത്. ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായ ചിക്കൻ എടുക്കുക. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തതാണ്. ഈ ചിക്കൻ കഴുകി എടുത്തിരിക്കുന്ന ചിക്കനിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു വലിയ നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. 1 കിലോ ചിക്കന് ഒരു നാരങ്ങ ജ്യൂസാണ് ചേർക്കേണ്ടത്. അപ്പോൾ പിന്നെ അടുത്തതായി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടി, കുറച്ച് കളർ കുറഞ്ഞ മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി വേണ്ടത് പെരുംജീരകപ്പൊടിയാണ്, വലിയ ജീരകപ്പൊടി. അതും അതേ അളവിൽ ഒരു 2 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയും പെരുംജീരകപ്പൊടിയും ഒരേ അളവിനാണ് ചേർത്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ചില്ലി ഫ്ലെക്സ് ആണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ചില്ലി ഫ്ലെക്സ്, ചതച്ച മുളക്. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴും ചേർക്കും. ഇനി നമ്മളിത് എല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് അളവ് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു നാരങ്ങ ഇതിൽ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. നാരങ്ങ ഇല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ വിനീഗറെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതിയാകും. എന്നിട്ട് ഞാനിവിടെ ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അടച്ച്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയിലിട്ട് മുക്കി പൊരിച്ചല്ല എടുക്കുന്നത്. ഇത് അധികം എണ്ണ ഇല്ലാതെ നമുക്കിതിലോട്ട് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഏതാണ്ട് ഒരു 5-6 ടേബിൾ സ്പൂൺ എണ്ണയും ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാനിലോട്ട്. അപ്പോൾ അതൊന്ന് നല്ല ചൂടായതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ പീസുകളെല്ലാം ഇതിലോട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാ പീസുകളും ഞാൻ ഇതിലോട്ട് ഇട്ട് ഈ പാനിലോട്ട് ഇട്ട് വളരെ പെട്ടെന്ന് വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. എന്നാൽ ചിക്കൻ നല്ല വേകുകയും ചെയ്യും. അടച്ച് വെച്ചും കൂടി ഞാൻ ഇതൊന്ന് വേവിച്ച് മൊരിച്ചാണ് എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ്. നമുക്കിത് ഇത്രയും ചെയ്ത്, അപ്പോൾ ഇത് തലേ ദിവസം വേണമെങ്കിൽ നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കി വെക്കാവുന്നതാണ്. ഇതിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടും ഇളക്കിയാലൊന്നും ഇതൊരു പ്രശ്നമല്ല. അപ്പോൾ ഇത് നല്ല വെന്തും കിട്ടും, മൊരിഞ്ഞും കിട്ടും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതൊരു ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതും ചില്ലി ഫ്ലെക്സും ഇടയ്ക്കിടയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, നല്ലൊരു മണമാണ്. അപ്പോൾ എന്നിട്ട് ഞാനൊന്ന് മറിച്ചിട്ടതിന് ശേഷമാണ് അടപ്പ് കൊണ്ട് ഒന്ന് വേകാൻ വെച്ചിരിക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാണ്ടേ ഇതുപോലെ ഒന്നായിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെയാണ് നമ്മുടെ ഈ ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ വീണ്ടും ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് അടപ്പുകൊണ്ട് അടച്ച്, അതായത് നമ്മുടെ ഈ മൊരിഞ്ഞ ചിക്കൻ ഒന്ന് അടപ്പുകൊണ്ട് അടച്ച് വേവിച്ചും കൂടെ എടുക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ മസാല തേച്ചെടുക്കുന്ന ആ ഒരു രീതി, അതായത് ചിക്കൻ പുരട്ടിയെടുക്കുന്ന ആ ഒരു രീതിയിൽ, പക്ഷെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ അരപ്പൊക്കെ ഇതിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ചില്ലി ഫ്ലെക്സ് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് നമ്മൾ ഇതിൽ ചില്ലി ഫ്ലെക്സ് ആണ് കൂടുതലായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഈ ചിക്കനിലോട്ട് കിടന്ന് മൊരിഞ്ഞ് കിട്ടുമ്പോൾ ഇതിൻ്റെ അരപ്പും ചിക്കനൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അരപ്പൊക്കെ നല്ല നിറച്ചും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇളക്കി എടുത്തതിന് ശേഷം ഈ ചില്ലി ഫ്ലെക്സും കൂടെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് മൊരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിനെ എടുത്ത് മാറ്റാം. നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ ചിക്കൻ ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി മണമാണ്, ഇവിടെയൊക്കെ നിൽക്കാൻ വയ്യാത്തൊരു മണമാണ്. നമുക്ക് നല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു കോമ്പിനേഷനാണ് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് ഞാനൊരു അരിപ്പിലോട്ടാണ് എടുക്കുന്നത്, നമുക്ക് എണ്ണ അധികം വേണ്ട. അപ്പോൾ ഇതിനെ ഞാൻ ഇതുപോലത്തെ ഒരു അരിപ്പിലോട്ടാക്കി ഈ എണ്ണയൊക്കെ ഒന്ന് തോർത്തി എടുത്തിട്ടാണ് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, ടേസ്റ്റ് ആണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.